അമ്പലപ്പുഴയിൽ റോഡ് നിർമ്മാണത്തിനിടെ വെള്ളമൊഴുകുന്ന ചാലുകൾ അടച്ചതോടെ വലഞ്ഞു കർഷകർ. കുരുമാടിക്കുട്ടൻ സ്മൃതി മണ്ഡപം മുതൽ കരുവാറ്റ കന്നുകാലി പാലം വരെ നടക്കുന്ന റോഡ് നിർമ്മാണത്തിനിടെയാണ് പുറക്കാട് ഗ്രേസിംഗ് ബ്ലോക്ക് പാടശേഖരത്തിന്റെ ചാലുകൾ അടച്ചത്. ഇതോടെ 290 ഏക്കറുള്ള പാടശേഖരത്തിലെ 11 ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിലായി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണം പുരോഗമിക്കവേ ഏകദേശം 300 മീറ്റർ നീളത്തിലാണ് ചാലുകൾ അടഞ്ഞത്. റോഡിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ചാലുകൾ അടച്ചതോടെ മാസങ്ങൾക്ക് മുൻപ് ആരംഭിക്കേണ്ട രണ്ടാം കൃഷി ഇനിയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് നിർമ്മാണത്തിന് സൗജന്യമായി കർഷകർ 2 ഏക്കറോളം സ്ഥലം വിട്ടു നൽകിയിരുന്നു. എന്നിട്ടും തങ്ങൾക്ക് കൃഷി ചെയ്യാൻ അധികൃതർ സാഹചര്യം ഒരുക്കുന്നില്ലെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികളുടെ പരാതി. ഇപ്പോൾ തൂമ്പ് വെച്ചെല്ലാം പലയിടത്തും പൊങ്ങിയും വെള്ളം കയറ്റി ഇറക്കാൻ അസൗകര്യമായ രീതിയിൽ പ്രധാന മേഖലയൊന്നും തൂമ്പ് വെച്ചിട്ടുമില്ല. ഇവിടുത്തെ തെക്കോടെ കൊണ്ടായിരുന്ന മെയിൻ ചാല് മൂടിയാണ് റോഡ് അങ്ങേയറ്റം വരെ പോയിരിക്കുന്നത്. അതിന് പകരം കിഴക്കുവശം ചാല് കീറിയിട്ടുണ്ട്. ആ ചാലിൽ ട്രാക്ടറും മറ്റ് മെഷീനും കയറി ഇറങ്ങുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. പാടശേഖരത്ത് ഇപ്പോൾ നടിയിൽ നടക്കേണ്ട സമയമാണ്. എന്നാൽ ചാലുകൾ അടഞ്ഞതോടെ വെള്ളം കയറ്റിയിറക്കാൻ കഴിയാതെ കൃഷി മുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരേക്കറിന് 30 ക്വിൻ്റൽ വരെ വിളവ് ലഭിച്ചിരുന്ന പാടത്ത് കൃഷി നിലച്ചതോടെ കർഷകരുടെ ഏക വരുമാന മാർഗവും പ്രതിസന്ധിയിലാണ്. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയാണ് റോഡ് നിർമ്മിക്കുന്നത്. കൃഷി ചെയ്യാൻ ചാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കരാർ കമ്പനിക്ക് അധികൃതർ നിർദ്ദേശം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ആലപ്പുഴ.